മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല, ചെറിയൊരു മാറ്റം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പം മോളുടെ കല്യാണത്തിന് എടുത്ത് കുറച്ച് ഭാഗം, ഒരുപാടൊന്നും ഞാൻ ഇടുന്നില്ല, ഇച്ചിരി ഭാഗം വീഡിയോ ആയിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും വേണം, മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ തുടർന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരിക, പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടണും കൂടെ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ മോളുടെ വിവാഹമെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ എന്താ പറയുക, ചൂടിൻ്റെ ഒരു പ്രയാസം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഭയങ്കര ചൂട് കൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ യാത്ര പറഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന രംഗം കേട്ടോ. ഒരുപാടൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ മോനും മരുമോളും. ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് കവർ ചെയ്തിട്ടില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്ന അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല, ചെറിയ രീതിയിലൊന്ന് ചെയ്തിടുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ കുടുംബജീവിതം തകരാതെ അവസാനം വരെ അവരൊരുമിച്ച് ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും, എൻ്റെ കൂട്ടുകാരെല്ലാം, ഈ വീട് കാണുന്നവരെല്ലാം അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് അതിനുള്ള കൃപ അവർക്ക് കൊടുക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് വലിയ സന്തോഷമാണെങ്കിലും നമ്മുടെ ഉള്ളു വല്ലാതെ വിങ്ങുന്ന സമയമായത്. കാരണം നമ്മൾ വളർത്തിയ മക്കൾ പെട്ടെന്ന് നമ്മളടുത്തുനിന്ന് മാറുന്ന ഒരു വേദന അല്ലേ. പിന്നെ നമുക്കൊരു പുതിയ മകനെ കിട്ടി, അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇതെല്ലാം ചെറിയൊരു രീതിയിൽ ഞാൻ നിങ്ങളൊന്ന് പങ്കുവെച്ചെന്നുള്ളതേ ഉള്ളൂ. തുടർന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ കേട്ടോ. പ്രാർത്ഥനയിൽ ഓർക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.